പരീക്കുട്ടി ഞാൻ നീ കറുത്തമ്മയാണ്, ഞാനാണ് പരീക്കുട്ടി. അയ്യോ, ഞാൻ ടെൻഷനിൽ മാറിപ്പോയതാ. ഞാനാ കറുത്തമ്മ. ആ എന്റെ കൊച്ചു മുതലാളി. നിന്റെ കൊച്ചെന്താണ് മുതലാളി? അത് അതിന് ഞാൻ ക്യാരക്ടർ ഉൾക്കൊണ്ടാണ്ടിരിക്കുക. എന്റെ കൊച്ചു മുതലാളി. കറുത്തമ്മ, നിനക്കറിയാമോ, നമ്മൾ ഈ കടലിൽ ചാടി ഈ കടലിന്റെ അടിയിൽ വന്നിട്ട് വർഷങ്ങളായി. ഇത്രയും കാലമായിട്ടും എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല കറുത്തമ്മ. ഉപ്പുവെള്ളമാണ് കുടിക്കുന്നെങ്കിലും വായിന്ന് വരുന്നത് മൊത്തം പഞ്ചാരയാണല്ലോ. നിനക്കറിയാമോ, ഇപ്പൊ ഞാൻ ചുമപ്പൂവത്ത് ഉപ്പണല്ല, കൽക്കണ്ടമാണ്. ആ പഞ്ചാര അടിച്ച് എനിക്ക് പൊടുക്കത്തെ ഷുഗറാണ്. ഉറുമ്പ് കണ്ട എന്നെ വിടാറില്ല, ഓടിച്ചിടാണ്. അതെ കൊച്ചു മുതലാളി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോയി കടലിൽ ചാടണമെന്നൊരു തീരുമാനം എടുത്തേ? സത്യം പറയട്ടെ, ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ചാവാനാണ് പ്ലാൻ ചെയ്തത്. ആണോ? അങ്ങനെ ചാവാൻ വേണ്ടി ഞാൻ കടപ്പുറത്ത് ചെന്നതാണ്. കടലിൽ ചാടാൻ നിൽക്കുമ്പോ എനിക്കൊരു കോള് വന്ന്. നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, ഒരു ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്, ടച്ചിങ്സുമായിട്ട് ചെന്ന് കഴിഞ്ഞാല് നമുക്ക് രണ്ടെണ്ണം അടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി നാളെ എങ്ങാനും ചാവാ പോയില്ലെന്നും പറഞ്ഞ് ഞാൻ നേരെ ചെന്ന് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ തീരുമാനത്തിന് മാറ്റം വന്നത്. നമുക്ക് ഒരുമിച്ച് ചാടാന്നുള്ള തീരുമാനം ഞാൻ അവിടെ എടുത്തത്. അപ്പൊ കൊച്ചുമുതലാളിക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലേ? അയ്യടാ, അത് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ചത്തു കഴിഞ്ഞാൽ നീ വേറൊരുത്തരം കെട്ടി സുഖമായിട്ട് ജീവിക്കൂലേ? അതുമല്ല, വേറൊരുത്തരെ തേച്ചിട്ടല്ലേ നീ എന്റെ അടുത്തേക്ക് വന്നത്. ആ അതെ, രണ്ടൊക്കെ വരണ്ടിങ്ങട് ബ്രേക്ക് ഡാൻസ് കളിച്ചാണല്ലോ വന്നത്. അമ്മേ, കടലിൽ കൊമ്പനെ പിടിക്കാൻ പോയ എന്നെ കൊമ്പൻ കുത്തി ഞാനിങ്ങനെ കടലിൽ അലഞ്ഞു നടക്കുകയാണമ്മേ. ആരാടി എന്നെ അണ്ണനെ വിളിച്ചത്? വെളുത്തമ്മ. വെളുത്തമ്മ അല്ല മിസ്റ്റർ കറുത്തമ്മ. ആ, അത് വേറെ മനസ്സിരിക്കട്ടെ. ഞാൻ കറുത്തമ്മയെന്ന് വിളിച്ചിട്ട് നീ ബോഡി ഷേമിങ്ങിന് കേസ് കൊടുക്കാനല്ലടാ പരാതിക്കുട്ടി. പരാതിക്കുട്ടിയല്ല, എന്റെ പഴീക്കുട്ടി. പിന്നെ ഫിഗറിങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണല്ലോ. പോടാ അവിടുന്ന്. അമ്മ ആരാണ്? പളനിയാ? ഞാൻ പളനിയാണ്. നെറ്റത്തെ എഴുതി ഒട്ടിച്ചു വെക്കണം പളനി, എന്നാലേ മനസ്സിലാവുള്ളൂ. ഒരു കാര്യം ചെയ്യ്, അതൊക്കെ നമ്മൾ അവിടെ ചെയ്ത ക്യാരക്ടർ അല്ലേ. നമ്മുടെ ക്യാരക്ടർ എല്ലാം വെള്ളത്തിൽ വിടാൻ ഇല്ലാണ്ടായി പോയി. ഇനി നമുക്ക് മര്യാദ സംസാരിക്കാല്ല. അങ്ങനെ സംസാരിക്കും. കറുത്തമ്മേ, എന്തോ നീ എങ്ങനെയാ ഇവിടെ വന്നത്? അത് പറ. ഹേ പരീക്കുട്ടി, കരുതിക്കൂട്ടി, വാരിക്കൂട്ടി. മര്യാദ പറയില്ല, ഞാൻ വലിച്ചു വാരി കൂട്ടി. ഞാൻ ഇങ്ങനെ എന്നെ കടലിൽ വലിച്ചെറിഞ്ഞ് പിന്നാലെ ഇങ്ങനെ കടലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോ ടോൾ ഫ്രീ നമ്പറായ 1052 ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? ഞാൻ വിളിച്ചു, നമ്പർ മാറി. നിങ്ങളുടെ അമ്മയായിരുന്നു. ആ തള്ളയോട് സംസാരിച്ചപ്പോ എന്റെ ഉള്ള മൂടും കൂടെ പോയി. ഞാൻ കടലിൽ പോയി ചാടി. തൊട്ടു വിട്ടാലേ ഞാനും എടുത്ത് അങ്ങോട്ട് ചാടി. നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നു? ആ പഴയ പരിപാടി തന്നെ, കരയിൽ പാട്ടും പാടി നടക്കായിരുന്നല്ല. ഇപ്പൊ കടലിൽ വന്നപ്പോഴും കടലിലും പാട്ടും പാടി തേരാപ്പാര നടക്കണത്. ഇത് കേട്ട് സഹി കേട്ട് ഞാൻ നെഞ്ചു പൊട്ടി ചത്തോണ്ടിരിക്കുക. കരയിലോ വൃത്തിയായിട്ട് പാടിയിട്ടില്ല, പിന്നല്ലേ കടലിന്റെ അകത്ത്. അതെ കളഞ്ഞണ്ണ, എന്നെ എന്നാലും പിഴച്ചവളെന്ന് വിളിച്ചില്ലേ? അയ്യോ, ഞാൻ പിഴച്ചവളെന്ന് വിളിച്ചതല്ല. നീ ഏതെങ്കിലും സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നോ? ആ 200 രൂപ എടുത്തു. എന്നിട്ട് അത് അടച്ചായിരുന്നോ? അടവ് മുടങ്ങി പിഴയായി. പക്ഷെ ആ പിഴ മൊത്തം അടിച്ചു തീർത്തവളാണ് ഈ ഞാൻ. ഞാനത് തന്നെയാണ് പറഞ്ഞത്. കറുത്തമ്മ പിഴയടച്ചവൾ അടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ടങ്സിൽ സ്ലിപ്പടിച്ചപ്പോ അങ്ങനെ തെറ്റിപ്പോയതാണ്. എന്റെ അപ്പൻ സ്വർണം കുഞ്ഞിന് വേണ്ടി ഞാൻ അങ്ങ് ക്ഷമിച്ചു. ആരാണ്? സ്വർണം കുഞ്ഞ്. സ്വർണം കുഞ്ഞാണോ? ചെമ്പൻ കുഞ്ഞല്ലേ? അല്ല, പുള്ളിയുടെ ശരിക്കും പേര് സ്വർണ്ണം കുഞ്ഞെന്നാണ്. സ്വർണ്ണപ്പാളി ആരോ അടിച്ചു മാറ്റി കഴിച്ചപ്പോഴാണ് പുള്ളി ചെമ്പൻ കുഞ്ഞായി മാറിയത്. അപ്പൊ ഈ കടപ്പുറത്ത് അരഞ്ഞിരിഞ്ഞ് നടക്കുന്ന കുഞ്ഞേതാ? ചെമ്പൻ കുഞ്ഞ്. ചെമ്പൻ കുഞ്ഞാ? ചെമ്പൻ വിനോദിന്റെ കുഞ്ഞ് എന്തോ ഷൂട്ടിങ്ങിന് വന്നതാണ് ആ കൊച്ചി. ആണല്ലേ? കറുത്തമ്മേ, നിന്റെ അപ്പനെപ്പോഴും ഈ നെറ്റ് ഉപയോഗിച്ച് തന്നെയാണോ മീൻ പിടിക്കുന്നേ? അയ്യോ, പുള്ളിയുടെ നെറ്റില്ലേ, ഞാൻ കാശ് കൊടുത്ത് ഇന്റർനെറ്റ് ആക്കി. പുള്ളി ഇപ്പൊ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് മീൻ എവിടെയെന്നുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നത്. അതെന്തിനാണ് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യണത്? എടാ, മീനുള്ള സ്ഥലം വേണമെങ്കിൽ നമ്മളൊരു മാർക്കറ്റിൽ പോയി അവിടെ നോക്കിയാ പോരെ? മീൻ കാണാലോ ഇഷ്ടം പോലെ. അതെ, ആരും ഇങ്ങോട്ട് വരണ്ടോ, ഫിഗർ ക്യാരക്ടർ പിടിച്ചു. നിങ്ങളെ ഇതിനു മുമ്പ് ഈ കടപ്പുറത്തെങ്ങും കണ്ടിട്ടില്ലല്ലോ. ഈ കടലിൽ വരാൻ നിങ്ങൾ ആരാണ്? ഞാൻ വെള്ളത്തിൽ വീണ മൊയ്തീൻ. വെള്ളത്തിൽ വീണ നെയ്മീനാ? നെയ്മീനല്ല, മൊയ്തീൻ പറഞ്ഞതാ. ഏത് എന്ന് നിന്റെ മൊയ്തീനാ? എന്താണ് ഇങ്ങനെ ഇരിക്കണത്? ഞാൻ കരുതി സോമന്റെ കുഞ്ഞാണെന്ന്. എടോ, അയാള് നല്ല ഹൈറ്റൊക്കെ ഉണ്ടായിട്ട് നല്ല ഫിഗറാണ്. ഇത് ഏതാണ്ട് പൊക്കവുമില്ല, വയറും ചാടി ഗ്രഹണി പിടിച്ച പിള്ളേരുടെ പോലെ. അതെ, വെള്ളത്തിൽ വീണല്ല മരിച്ചത്. വെള്ളം കുടിച്ച് ചീർക്കൂലേ? അത് മനസ്സിലാക്കണം ആദ്യം. ഇപ്പോഴാണ്
എനിക്കൊരു കോൺഫിഡൻസ് ആയത്. അതെന്താണത്? എന്താ പേരെന്നാ പറഞ്ഞ? മൊയ്തീൻ. എന്താ പേരെന്താ? എന്റെ പളനിക്കുട്ടി എന്നാണ്. ഇതാരാന്ന് പറഞ്ഞേ? ചത്താലും ഞാൻ എന്റെ ഫിഗർ വെളിപ്പെടുത്തു. പരിക്കുട്ടി അണ്ണാ എല്ലാം കളഞ്ഞു കൊണ്ടുപോയി. അതെ, എന്താണ് ഇങ്ങോട്ട് വരാനുള്ള ഉദ്ദേശം? അല്ല, ഞാനേ പുഴയിൽ വഞ്ചിന്ന് ആൾക്കാരൊക്കെ വീണപ്പോ അവരൊക്കെ ഞാൻ രക്ഷപ്പെടുത്താൻ പോയി. അവരൊക്കെ ഞാൻ രക്ഷപ്പെടുത്തി, പക്ഷെ ഞാൻ മാത്രം രക്ഷപ്പെട്ടില്ല. അല്ല, താൻ എന്താ രക്ഷപ്പെടാഞ്ഞത്? നീന്താൻ അറിയില്ല. ബെസ്റ്റ്. പിന്നെ താൻ എന്ത് പുഴുങ്ങാനാടോ എടുത്ത് ചാടി എല്ലാവരും പിന്നെ രക്ഷപ്പെട്ടു? ഞാൻ ആലോചിച്ചാ തന്നെ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇലവലിഞ്ഞ് മൊത്തം വലിഞ്ഞു വാ. പറയുന്നതാണ്. ഇലവലിഞ്ഞ് ഇല വീഴാ പൂച്ചടേണ. എടവഴി 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 ഇടവഴഞ്ഞി. ഇടവഴഞ്ഞിപ്പോൾ ആണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. അതാണ് ഈ പറയാൻ പോയത്. കാഞ്ചന ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, ഇവിടെ കാഞ്ചന ഇല്ല, അഞ്ജനയുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? 5 അണ കൈയില്ലാത്ത ഈ പെണ്ണിനെ ഞാൻ കെട്ടിയിട്ട് എന്ത് ചെയ്യാനാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. കാഞ്ചന ഇല്ലാത്ത ഇവിടെ എനിക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നത്. ഇനി നിങ്ങൾ ആരും അതെ, മര്യാദക്ക് പറ. എന്തിനാണ് ഇതൊക്കെ പിടിച്ചത്? ഇനി ഇപ്പൊ നമ്മൾ ആരും ഇവിടെ ഒറ്റപ്പെടാൻ പോണില്ല. നമ്മളിവിടെ ഇപ്പൊ ഇത്രയും ക്യാരക്ടറുകളില്ലേ, അതൊക്കെ കഴിഞ്ഞു പോയ കാലം. ഇപ്പൊ നമ്മളിവിടെ ഇത്രയും ക്യാരക്ടർ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കാം. സംഘടന ഇപ്പൊ കരയിലുണ്ട്. ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടന ഉണ്ട്. അതേതാ സംഘടന? അത് നമ്മുടെ ശ്വേതാമേനോൻ പ്രസിഡന്റ് ആയിരിക്കണം അമ്മ സംഘടന. അപ്പൊ നമുക്ക് കടലിൽ ഒരു സംഘടന ഉണ്ടാക്കണം. പക്ഷെ സംഘടന ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, സംഘടനക്ക് ഒരു പേരിടണം. കരയിലെ സംഘടനയുടെ പേരെന്താ? അമ്മ. എന്നാ നമുക്ക് കടലിൽ കടലമ്മ എന്ന് പേരിടും. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ സംഘടനക്ക് വേണ്ടി ചെയ്യണം. നമുക്ക് ഒരു സിനിമ പിടിച്ചാലോ? അയ്യോ, ഈ വെള്ളത്തിൽ കിടക്കുന്ന നമുക്ക് ആര് പ്രൊഡ്യൂസ് ചെയ്യും? പൈസ എവിടെ സിനിമക്ക്? ശരിയാണോ? ഒറ്റ പ്രൊഡ്യൂസർ പോലും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല ഈ കടലിന്റെ അടിയിൽ. ഇതിലൂടെ പ്രൊഡ്യൂസർ വേണ്ട. നമ്മൾ കരയ്ക്ക് കഴിഞ്ഞ 2025 ഒരു 100 സിനിമ പിടിച്ച് അത് ഒരു 560 കോടി രൂപ പ്രൊഡ്യൂസർമാരുടെ വെള്ളത്തിൽ പോയി. ആ വെള്ളത്തിൽ പോയ കാശ് ഈ വെള്ളത്തിലല്ലേ കിടക്കണേ. അപ്പൊ ആ കാശ് എടുത്ത് നമുക്ക് ഒരു സിനിമ പിടിച്ചാ പോരെ? അപ്പൊ നമ്മൾ ആ സിനിമക്ക് എന്ത് പേരിടും? ആ സിനിമയ്ക്ക് ഞാനൊരു പേരിടാം. വെള്ളമടി. നിന്റെ സ്വഭാവം ചോദിച്ചത് പടത്തിന്റെ പേര് പറടാ. പടത്തിന്റെ പേരാണ്, നമ്മൾ വെള്ളത്തിലടി കിടന്ന് പിടിക്കണ പടല്ലേ. അപ്പൊ അതിന് ഇടാൻ പറ്റിയ പേരാണ് വെള്ളമടി. താനെന്തിനാണോ എന്നെ അടിച്ചത്? എടാ, ഇപ്പൊ നീ പറഞ്ഞ സിനിമയുടെ പേരില്ലേ വെള്ളമടി, അതിന്റെ ഫസ്റ്റ് ക്ലാപ്പാണ് ഇപ്പൊ ഇവിടെ അടിച്ചത്. അപ്പൊ സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്.